ഡോക്ടർ ഇപ്പൊ എന്തേ പറഞ്ഞു? കയറി വന്ന 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട, എന്റെ കൂടെ പോകുന്നത്. ഞങ്ങട്ട് നിങ്ങൾ പന കൊണ്ടുപോകണം, പന ഞാൻ കൊണ്ടേക്കോളാം. ഇതുവരെ ഇപ്പൊ ഒറ്റക്കല്ല ഇവിടെ ഞാൻ നോക്കിക്കോളാം. എങ്ങോട്ട് കൊണ്ടുപോണ്? ജിപ്പണി പരിമളക്ക് കൊണ്ടല്ലേ കൊണ്ടുപോണ്? ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത്ര കാലം സ്നേഹം. ഇത്രയും കാലം എവിടെയായിരുന്നു വാപ്പാനെ നോക്കാതെ? അപ്പൊ വാപ്പ നാളെ മറ്റന്നാ പോകുന്ന നമ്മളൊരു പഞ്ച് വന്നായിരുന്നു. എനിക്ക് മുതലിന് വേണ്ടിയിട്ടൊന്നല്ല, എനിക്ക് കുറച്ച് പുണ്യം കിട്ടണം, അതാണ് വാപ്പാനെ നോക്കാന്ന് പറയും. പുണ്യക്കും വേണമെന്നാ വാപ്പാനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത്രയും കാലം ഞാൻ ഒറ്റക്കല്ലേ നിന്നത്. ഡോക്ടർ പറഞ്ഞില്ലേ 1-2 ആഴ്ചയുള്ളിൽ ഞാൻ ഉണ്ടാവുകയെന്നുള്ളത്. നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾക്ക് സങ്കടം ഉണ്ട് എന്നൊക്കെ അറിയാം. ഡോക്ടർ 1-2 ആഴ്ച പറഞ്ഞു വിചാരിച്ചിട്ട് അങ്ങനെ സംഭവിക്കൊന്നുമില്ല. അതൊക്കെ പഠിച്ചവന്റെ അടുത്ത് കിടക്കുന്ന കാര്യമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിന്റെ പേരേക്ക് പോയി, നിങ്ങൾ ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട. ഇപ്പോഴത്തെ സാഹചര്യത്തില് വാപ്പ എന്റെ പേരിൽ വന്നിട്ടുണ്ട്, അതാ നല്ലത്. നിങ്ങൾ എന്നെ പുറത്തേക്കൊന്ന് പൊടിച്ചാണ്, പുറത്തത്തെ കാറ്റൊന്ന് ഞാൻ പോകും. മക്കളാണല്ലേ? നിങ്ങളെ വാപ്പേ ഈ വീട് സ്ഥലം അനദാനത്തേക്ക് എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും വാപ്പാനെ കൊണ്ടുപോയെങ്കിൽ ഞങ്ങൾക്ക് നടപടികൾ പൂർത്തിയാക്കാൻ പറ്റും. പറയും പോലെ കുട്ടിനെ വൈകുന്നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കല്ലേ, ഞാൻ പോകട്ടോ. പറഞ്ഞ പോലെ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണ്ട്. ഇപ്പൊ ചെല്ലാൻ പറഞ്ഞു മാഷന്മാരെ വിളിച്ചിട്ട്. ഹലോ ഹലോ, അല്ല നേരത്തെ ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങൾക്ക് ഇവിടെ ഒറ്റക്ക് നിൽക്കണം എന്നല്ല, എന്നാ അത് നടക്കട്ടെ.